ഇനി നമ്മൾ ഉണക്കമീനൊന്ന് വറ്റിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരമുറി സവാള ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മറന്നു പോയതാണ്. ഉലുവയൊന്ന് ഇതായി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഉലുവയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴറ്റാം. മീനൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-3 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 ചെറിയ ഉള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ചെറിയ കഷ്ണം പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീനിട്ട് കൊടുക്കാം. മീൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി റെഡിയായി.